Good morning, all. Morning, teacher. Good morning, teacher. Okay, good morning. Prayer പറഞ്ഞു കേട്ടോ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ, കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. വിജ്ഞാനമേകും നിറകതിർ തൂകാൻ, വിജ്ഞാനമേകും നിറകതിർ തൂകാൻ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. വിറയാർന്ന കൈകൾ ചലിക്കുന്ന നേരം ഞങ്ങൾ തൻ കരളിൻ്റെ കൈക്കൊമ്പിൽ നീട്ടി ചൊരിയൂ കനാഥ നിൻ സ്നേഹധാര, ചൊരിയൂ കനാഥ നിൻ സ്നേഹധാര. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. താങ്ക് യു മാം. Thank you. Sign in and thought of the day. Thought of the day. If you want to shine like a sun, first burn like a sun. Thank you, Miss. സൈൻ ഇൻ. ഒരു സ്റ്റോറിയാണ്. മുയലിന്റെ ബുദ്ധി. ഒരു കാട്ടിൽ അതിക്രൂരനായ ഒരു സിംഹം ഉണ്ടായിരുന്നു. അത് കണ്ണിൽ കാണുന്ന മൃഗങ്ങളെ മുഴുവനും കൊന്നു തിന്നുന്ന സ്വഭാവക്കാരനായിരുന്നു. ഭയം കാരണം മൃഗങ്ങൾക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയാതെയായി. ഒടുവിൽ മൃഗങ്ങൾ കാട്ടിൽ ഒരു യോഗം ചേർന്നു. നമ്മൾ ഭയന്നാണ് ജീവിക്കുന്നത്, അത് ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണണം. ഒരുവൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. ദിവസവും ഓരോ മൃഗം വീതം സിംഹത്തിന്റെ അരികിൽ ചെല്ലട്ടെ. അപ്പോൾ മറ്റുള്ള മൃഗങ്ങൾക്ക് സ്വസ്ഥമായി കഴിയാമല്ലോ. കുറുക്കൻ നിർദ്ദേശിച്ചു. എല്ലാവർക്കും അത് സമ്മതമായി. യോഗത്തിന്റെ തീരുമാനം സിംഹവും അംഗീകരിച്ചു. അതിനുശേഷം എല്ലാ ദിവസവും രാവിലെ ഓരോ മൃഗം വീതം സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോകാൻ തുടങ്ങി. സിംഹം അതിനെ കൊന്നതെന്ന് ഗുഹയിൽ തന്നെ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു മുയലിന്റെ ഊഴം വന്നു. ആ മുയൽ മഹാകൗശലക്കാരനായിരുന്നു. അവൻ ഉച്ച കഴിഞ്ഞാണ് സിംഹത്തിന്റെ ഗുഹയിൽ ചെന്നത്. അവനെ കൊണ്ട് ദേഷ്യത്തോടെ സിംഹം അലറി, എന്താടാ ഇത്രയും വൈകിയത്? എന്നെ വഴിയിൽ മറ്റൊരു സിംഹം തടഞ്ഞു നിർത്തി. മുയൽ പരിങ്ങലോടെ പറഞ്ഞു, ഞാനല്ലാതെ ഈ കാട്ടിൽ വേറൊരു സിംഹമോ? എവിടെയവൻ? അവനെ ഇന്ന് ഞാൻ കൊല്ലും. സിംഹം മുരണ്ടു. അങ്ങ് വന്നാലും ഞാൻ കാട്ടിത്തരാം, മുയൽ പറഞ്ഞു. നടക്ക്, സിംഹം ആജ്ഞാപിച്ചു. സിംഹത്തെ ഒരു പൊട്ടക്കിണറ്റിനരികിലേക്കാണ് കൊണ്ടുപോയത്. ഈ കിണറ്റിനുള്ളിലാണ് അവൻ താമസിക്കുന്നത്, മുയൽ പറഞ്ഞു. സിംഹം കോപത്തോടെ കിണറ്റിലേക്ക് എത്തി നോക്കി. അതിനെ വെള്ളത്തിൽ സിംഹം തന്റെ മുഖം കണ്ടു. അത് തന്റെ ശത്രുവാണെന്ന് സിംഹം കരുതി. അവൻ ഉറക്കെ അലറി. കിണറിലെ സിംഹവും അതുപോലെ അലറി. ഞാൻ നിന്നെ ഇപ്പോൾ ശരിയാക്കും. അലർച്ചയോടെ സിംഹം കിണറ്റിലേക്കു ചാടി. വെള്ളത്തിൽ മുങ്ങി അത് ചത്തു. മൃഗങ്ങൾ മുയലിനെ അഭിനന്ദിച്ചു. പിന്നീടുള്ള കാലം അവർ കാട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. താങ്ക് യു. നല്ല സ്റ്റോറി ആയിരുന്നു കേട്ടോ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് എടുത്ത ചാപ്റ്റർ നേഴ്സ് ആയിരുന്നു. നേഴ്സ് സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്തു മിസ്. നമുക്ക് ഈ 4ാമത്തെ ആക്ടിവിറ്റി എക്സസൈസ് ആയിട്ടാണ് പറയേണ്ടത്. അല്ലേ? ഓക്കെ. അപ്പോ മിസ് ഞാൻ കാണിച്ചോട്ടെ? ആ പ്രസന്റ് ചെയ്തോടെ നിത്യ.
ബാക്ക് ക്യാമറ വരുന്നില്ല തോന്നുന്നുണ്ട് അല്ലെ? ഓക്കെ ഓക്കെ കാണാം. കാണാം. കളർ ടാബ്ലറ്റ്സ് ആണോ? ഓക്കെ, കളർ ടാബ്ലറ്റ്സ് കണ്ടിട്ടാടാ ആയിട്ടില്ലേ? ഓക്കെ, അപ്പോ മിസ്സേ ഞാനും ഉണ്ട്. കളർ ടാബ്ലറ്റ് കാണിക്കും. കാണിക്കട്ടെ? ഒരു മിനിറ്റ്. ബാക്ക് ക്യാമറ എനിക്ക് ക്യാമറ ഓൺ ചെയ്യുമ്പോഴാണ് ബാക്ക് ക്യാമറ. ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ബാക്ക് ക്യാമറ വരും. ഓക്കെ, ഇപ്പൊ വന്നോ എന്തെങ്കിലും മുകളിലായിട്ട് 2 ആരോ മാർക്ക് പോലെ? സ്പീക്കർ പോലുള്ള സംഭവം എന്റെ തൊട്ടപ്പുറത്ത്. സ്പീക്കർ ആയതുകൊണ്ട് അത് കാണാമല്ലോ. കളർ ടാബ്ലറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. പിങ്ക് ടവർ ചെയ്തതല്ലേ? മുമ്പ് ചെയ്താണോ? എന്തോ? പിങ്ക് ടവർ ചെയ്താണോ സവിത? പിങ്ക് ടവർ കംപ്ലീറ്റ് ആയില്ല മിസ്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ആയതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. കുറച്ചുകൂടി ചെയ്യാനുണ്ട്. ഓക്കെ ഓക്കെ. വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ആക്ടിവിറ്റി? കാണിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഓക്കേടാ. അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് വരാണ്. നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് നീഡ്സ് എന്നാണ്. ഫിസിയോളജിക്കൽ നീഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ബേസിക് നീഡ്സ് ആണ്. ഒരു കുട്ടീനെ സംബന്ധിച്ച് ബേസിക് ആയിട്ടുള്ള നീഡ്സിനെയാണ് നമ്മൾ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. ടെസ്റ്റ് എഡിറ്റ് ഒക്കെ ചെയ്ത് തന്നില്ലേ? അതിൽ സൈക്കോളജിക്കൽ നീഡ്സ് കിടക്കുകയാണ്. അത് എഡിറ്റ് ഒക്കെ ചെയ്ത് തന്നില്ലേ? വലിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പറഞ്ഞു മിസ്സേ. അതില് ബേസിക് ആയിട്ടുള്ള കുട്ടീനെ സംബന്ധിച്ച് ബേസിക് ആയിട്ടുള്ള നീഡാണ് ഫുഡ്, വാട്ടർ, ക്ലോത്തിങ്, സ്ലീപ്പ്, റെസ്റ്റ് എടുക്കുക. അപ്പൊ ഫുഡും വാട്ടറും പ്രോപ്പർ ആയിട്ട് എമൗണ്ട് നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കുട്ടികൾ ഇൻടേക്ക് ചെയ്താലാണ് കുട്ടിയുടെ സൈക്കോ സോഷ്യൽ ഫങ്ഷനിങ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. അതേപോലെ നല്ല രീതിയിൽ കറക്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ ഇൻടേക്ക് ചെയ്താലാണ് പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ദെൻ ക്ലോത്തിങ് പറഞ്ഞത് ക്ലൈമറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലോത്തും കാര്യങ്ങളാണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. സ്ലീപ്പ് ആൻഡ് റെസ്റ്റിൽ പറഞ്ഞത് നമ്മൾ കുട്ടികള് നല്ല രീതിയിൽ സ്ലീപ്പും റെസ്റ്റും എടുത്താൽ മാത്രമാണ് അവരുടെ ബോഡി ഓർഗൻസും നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. സോ അവർ എഴുന്നേക്കുന്ന സമയത്ത് അവർക്ക് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ എമൗണ്ട് സ്ലീപ്പും റെസ്റ്റും കുട്ടികൾക്ക് കിട്ടണം. ഇനി ആക്ടിവിറ്റീസ് ആൻഡ് എക്സസൈസ് ആണ്. കുട്ടികള് വളർന്നുകൊണ്ടിരിക്കുന്ന ഏജ് ആണ്. അത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും അല്ലെ? ഒരു 3-4 ഇയേഴ്സിലൊക്കെ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അമ്മമാർക്ക് അറിയാൻ പറ്റും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? സോ ഗ്രോത്ത് ഏജ്, ഈ ഒരു ഏജിനെ സംബന്ധിച്ച് കുട്ടികൾ വളരെ ആക്റ്റീവ് ആണ്. Good amount of physical activities, free play, of course, under the adult supervision. മുതിർന്ന ഒരു വ്യക്തിയുടെ സൂപ്പർവിഷനിൽ നമ്മൾ കുട്ടികൾ നല്ല രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ കുട്ടിയുടെ എന്താ പറയുക ഫിസിക്കൽ ആൻഡ് ഡെവലപ്മെന്റ് വളരെയധികം എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ സഫിഷ്യന്റ് മസിൽസ് ഡെവലപ്മെന്റ്. കുട്ടിയുടെ മസിൽ ഡെവലപ്മെന്റ് അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. Lack of adequate opportunity for physical activities, exercise can hinder the normal growth of the children that result in growth retraction or malfunctioning in the long run. Suppose adequate amount of physical activities കുട്ടികൾ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഗ്രോത്ത്
ഫ്രസ്ട്രേഷൻ, അതേപോലെ മാൽ ഫങ്ഷനിങ് ഒക്കെ സംഭവിക്കും. ഒരുപാട് നാള് ആ കുട്ടികളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് എന്താവും, മന്ദഗതിയിലാവും അല്ലെ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 2 കുട്ടികൾ എടുക്കാം. ഇതില് മൂത്ത ആള് ഒന്നും ചെയ്യാതെ വീട്ടില് നല്ല അടങ്ങി ഒതുങ്ങി വീട്ടിൽ നിൽക്കാണ്. ഫുൾ ടൈമും ഫോൺ, TV, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ഗെയിംസ് കാര്യങ്ങളിലാണ് എൻഗേജ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടില് ഇരിക്കേയില്ല. നല്ല രീതിയിൽ പുറത്തൊക്കെ പോകും, പിള്ളേരൊക്കെ കളിക്കാനൊക്കെ പോകും, ഭയങ്കര ആക്റ്റീവാണ്. ഇതിൽ ഏത് കുട്ടിക്കായിരിക്കും നല്ല രീതിയിൽ ഫിസിക്കൽ ഗ്രോത്ത് സംഭവിക്കുന്നത്? രണ്ടാമത്തെ കുട്ടി. രണ്ടാമത്തെ കുട്ടിക്കാണ്. ശരിക്കും എനിക്ക് അറിയാവുന്ന ഒരു ഫാമിലിയിലെ 2 കുട്ടികളുടെ കാര്യമാണ് കേട്ടോ. കാരണം മൂത്ത ആള് നമ്മൾക്ക് വീട്ടിൽ ചെന്നാൽ എങ്ങനെ പെരുമാറണമെന്ന് പോലും അവർക്ക് അറിയില്ല, അവനറിയില്ല. അവൻ വരുന്നു, നമ്മളെ നോക്കുന്നു, ഒന്നും മിണ്ടത്തില്ല, അകത്തേക്ക് പോകുന്നു. നമ്മൾ കുറെ നേരം കഴിഞ്ഞിട്ടും ആരും വരാതെ ആവുമ്പോൾ നമ്മൾ വീണ്ടും ഫോണിൽ മേലെ അടിക്കും. അപ്പൊ ഇളയാളാണ് വരുന്നെങ്കിൽ അമ്മ അതെ ഇനി ആന്റി വന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ഉറക്കി വിളിച്ച് പറയുന്നു, നമ്മളോട് വരാൻ പറയും. അങ്ങനെ സോഷ്യലൈസേഷനും അവന് കൂടുതലാണ്. രണ്ടാമത്തെ കുട്ടിക്ക് എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ നല്ല ധാരണയുണ്ട്. പക്ഷെ മൂത്ത ആളെ സംബന്ധിച്ച് അത് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമ്മളെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നമ്മളെ കുട്ടികളെ എൻഗേജ് ചെയ്യുക തന്നെ വേണം. കളിക്കുക, അവരുടെ ഒപ്പം കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുക. നമുക്ക് സൺഡേ സാറ്റർഡേ മാത്രമല്ലേ കുട്ടികളുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത്. ചിലപ്പോൾ സൺഡേ മാത്രമായിരിക്കും പാരന്റ്സ് കുട്ടികളുടെ ഒപ്പം ഉള്ളത്. സോ ആ ഒരു ടൈമിൽ നമ്മള് കുട്ടികളെ കൊണ്ട് പുറത്തൊക്കെ പോവാം, പാർക്കിൽ പോവാം, കുറച്ചു നേരം അവരുടെ ഒപ്പം കളിക്കാം. അങ്ങനെ അവരോട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസും നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് എൻഗേജ് ചെയ്യിക്കാനും പറ്റും. ഓക്കെ, ഓക്കെ. ഇനി ഹൈജീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹൈജീൻ എന്ന് പറയുമ്പോൾ നമ്മൾ പേഴ്സണൽ ആൻഡ് എൻവയോൺമെന്റൽ ഹൈജീൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഹൈജീൻ നമ്മൾ പ്രീ സ്കൂൾ ഇയേഴ്സ് മുതലാണ് കുട്ടികൾക്ക് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഹൈജീൻ ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ടൈം പീരീഡ് ആണിത്. നിങ്ങൾ ഹെൽത്തി ഹാബിറ്റ്സിനെ ചാർട്ട് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ആ ചാർട്ടൊക്കെ യൂസ് ചെയ്ത് നമുക്ക് കുട്ടികൾക്ക് ഹെൽത്തി ഹാബിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പേഴ്സണൽ ആൻഡ് എൻവയോൺമെന്റ് ക്ലീൻനെസ് ആർ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ടു ഗുഡ് ഹെൽത്ത്. നല്ല ആരോഗ്യമുള്ളൊരു വ്യക്തിക്ക് പേഴ്സണൽ ആൻഡ് എൻവയോൺമെന്റ് ക്ലീൻനെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവൻ പേഴ്സണലി ക്ലീൻ ആയിരിക്കണം, അവരുടെ ചുറ്റുപാട് നല്ല രീതിയിൽ ക്ലീൻ ആയിരിക്കണം. അതേപോലെ ദിസ് ഡിമാൻഡ് പ്രോപ്പർ ടോയ്ലറ്റ് ട്രെയിനിങ്. നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പ്രോപ്പർ ആയിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കണം ഓഫ് ദി ചിൽഡ്രൻ ആൻഡ് കെയർ ഓഫ് ദ ബോഡി ഓർഗൻസ് ലൈക്ക് ഐ, നോസ്, മൗത്ത്, ടീത്ത്, ഹെയർ, സ്കിൻ ആൻഡ് നെയിൽ. ഈ പറയുന്ന ബോഡി ഓർഗൻസ് എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളത് അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾക്ക് അറിയില്ല, അപ്പൊ നമ്മളത് അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കണം. Children should be give training to keep their ankle and gentle area clean. കുട്ടികളുടെ എന്താ പറയാ ankle and gentle areas, പ്രൈവറ്റ് ഏരിയാസ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കാം. To wash their hands clearly with soap and water every time after using toilet. നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ ഹാൻഡ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ ബാഡ് ടച്ച്, ഗുഡ് ടച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ വിചാരിക്കും ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് എന്തിനാ ബാഡ് ടച്ചിനെയും ഗുഡ് ടച്ചിനെ കുറിച്ചും പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ കുട്ടികൾ വളർന്നു വരുന്ന സൊസൈറ്റി എന്താണ് എല്ലാവർക്കും എന്താണ് ഭയങ്കര എന്താ പറയാ, എനിക്കൊക്കെ എന്റെ കുട്ടികളെ പുറത്തേക്ക് വിടാൻ ഭയങ്കര പേടിയാണ്. ഇപ്പൊ കളിക്കാൻ പോകണമെന്ന് മോള് പറഞ്ഞാലും ഞാൻ വിടാറില്ല. പുറത്ത് പോയി കളിക്കാനൊക്കെ വിടാറില്ല. ഇത് വീട്ടിലാണെങ്കിൽ വീട്ടിൽ വന്ന് കുട്ടികൾ കളിക്കുന്നതുകൊണ്ട് ഞാൻ അത് അക്സെപ്റ്റബിൾ ആണ്, എന്റെ കൺമുമ്പിലല്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ പുറത്തേക്ക് പോയി കളിക്കാനൊന്നും ഞാൻ വിടാറില്ല. അപ്പൊ നമ്മുടെ സൊസൈറ്റി അത്ര സേഫ് അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ബാഡ് ടച്ച് ആൻഡ് ഗുഡ് ടച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ടൈം പീരീഡും കൂടിയാണ് ഈ ഒരു ഏജ്. അപ്പൊ നമ്മൾ ഒരു ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അവർക്ക് ബാഡ് ടച്ച് ഗുഡ് ടച്ച് ഒരു ആക്ഷൻ സോങ്ങോട് കൂടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് മനസ്സിലാക്കും. ഓക്കെ,
അപ്പോ ഈ ഫിസിയോളജിക്കൽ നീഡ് ഒന്ന് മൊത്തമായിട്ടൊന്ന് നോക്കും. ആദ്യം മുതൽ ഫുഡ് ബാത്റൂം മുതൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ വരെ ഒന്ന് റീഡ് ചെയ്ത്. ഓക്കെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമോഷൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമോഷൻസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എത്ര ടൈപ്സ് ഓഫ് ഇമോഷൻസ് ഉണ്ട്? എന്തൊക്കെ ഇമോഷൻസ് ഉണ്ട് നമുക്ക്? സങ്കടം, സന്തോഷം, ദേഷ്യം, പിന്നെ ഉള്ളോ? അല്ല പെട്ടെന്ന് ഭയമില്ലേ? പേടിയുണ്ടാവും. പിന്നെ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇനി ഒരു സെമിനാർ തരാൻ പോവാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്താൽ മതി. അത് ഇമോഷൻസിനെ കുറിച്ചിട്ടാണ്. എനിക്കറിയാവുന്ന ഇമോഷൻസ് ആണ്. അത് നിങ്ങൾ ഓൺ വേർഡ്സിൽ, മലയാളത്തില് ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ, ചെയ്യാൻ എല്ലാവർക്കും. ആദ്യം ഞാൻ എന്റെ മീനിങ് പറയാം. നമ്മളുടെ ടെസ്റ്റിൽ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ നല്ല രീതിയിൽ ഡീപ്പായിട്ട് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വരണം. ഓക്കെ, കുറച്ച് നല്ല ആ ഒരു ഇമോഷൻ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഡെപ്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരണം കേട്ടോ. അഫെക്ഷൻ, എന്താണ് അഫെക്ഷൻ? വാത്സല്യം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ കുട്ടികളോട് തോന്നുന്ന അതേ വാത്സല്യം അല്ലെ? നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികളോട് നമുക്ക് അതേ വാത്സല്യമായിരിക്കും തോന്നുന്നത്. കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ആ ഒരു വാത്സല്യവും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പൊ അഫെക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണ് ഹ്യൂമൻ ബീങ്സില് അഫെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇമോഷൻ ആരെ സെലക്ട് ചെയ്യുന്നേ? ഓക്കെ, ജിൻസി. നെക്സ്റ്റ് മൺഡേ ഉണ്ട്. ഓക്കെ, ലവ്, സോറി, ഹ്യൂമർ, തമാശ. നമ്മൾ വിചാരിക്കുന്ന പോലെ തമാശ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല.
ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു തമാശ കേൾക്കുമ്പോ തന്നെ ചിരിക്കുന്നു. പക്ഷേ അത് പറയുന്ന രീതി അല്ലെങ്കിൽ ആ പറയുന്ന ആൾക്കാർ അത് കൈകാര്യം ചെയ്യുന്നത് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള കാര്യമല്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. തമാശ കൈകാര്യം ചെയ്യാൻ ബാക്കി എന്ത് ഇമോഷൻസ് നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അത് പ്രകടിപ്പിക്കാൻ പറ്റും. നമുക്ക് തമാശ ഒരാൾ പറഞ്ഞ് അത് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടാസ്ക്കാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ കുറവാണ് തമാശ പറയാനൊക്കെ അല്ലെ. ഇപ്പൊ കോമഡി ആക്ട്രസിനെയൊക്കെ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ കുറവാണ്. പുരുഷന്മാർ അത്യാവശ്യം നല്ല രീതിയിൽ തമാശയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ആരാണ് തമാശയെ കുറിച്ചിട്ട് എടുക്കുന്നത്? ഞാൻ ചെയ്യാം. ഓക്കെ, വിദ്യ. ഇനി നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമല്ലേ ഫിയർ? ഓക്കെ, ഉണ്ട്. അപ്പോ ഭയങ്ങളുണ്ട്. എനിക്കുണ്ട് ഒരു ഭയം. എനിക്ക് ഹൈറ്റ് പേടിയാവും. അക്രോഫോബിയ ഭയങ്കര പേടിയുള്ളൊരു ഭയം. സ്റ്റെയർ കയറാൻ ഭയങ്കര പേടിയാണ്. പിന്നെന്താണ്, ഉയരങ്ങളിൽ നിന്ന് താഴത്തേക്ക് നോക്കാൻ ഭയങ്കര പേടിയാണ്. ഭയങ്കര പേടിയുള്ള ആളാണ് ഞാൻ. അതേപോലെ തന്നെ ലിഫ്റ്റ്, ക്ലോസ്ഡ് ആയിട്ടുള്ള ലിഫ്റ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അല്ലാതെ ലിഫ്റ്റ് കയറാൻ ഭയങ്കര പേടിയാണ്. അത്യാവശ്യം നിങ്ങൾ വിചാരിക്കും ആർട്ടിസ്റ്റിന്റെ ഹൈറ്റ് പേടിയാ കുഞ്ഞു കുട്ടികളെ പോലെ പറയണേ, പക്ഷെ അത്രയും പേടി എനിക്ക്, ഭയങ്കര പേടിയാണ്. എന്നുവെച്ചാല് ആ സമയത്ത്, ആ ഫിയർ വരുന്ന സമയത്ത് കാലുകൾ അനങ്ങില്ല. കാലിലൊക്കെ ഭയങ്കര എന്തൊരു മരവിപ്പ് പോലെ ഫീൽ ചെയ്യുന്നത്. ഞാൻ ഫിയർ പൂർണ്ണമായിട്ട് മാറി എന്ന് വിശ്വസിച്ച ഒരാളാണ്. പക്ഷെ അത് വീണ്ടും അതേപോലെ തന്നെ അതേ ശക്തിയോട് തന്നെ തിരിച്ചു വന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ഫിയർ എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും പല പല ഫിയർ ആയിരിക്കും അല്ലെ? ഹൻസിക്ക് എന്താ ഫിയർ? എന്തിനോടാ ഭയമുള്ളത് കൂടുതലും? ടീച്ചർ അങ്ങനെ പെട്ടെന്ന് പറയാനാണെങ്കിൽ ഇല്ല, പേടിയുണ്ട്. എന്നാലും അങ്ങനെ എനിക്ക് കൂടുതലും പേടി എന്ന് പറയുന്നത് ഈ സ്വപ്നം കണ്ട് പേടിച്ച് അത് പിന്നെയും പിന്നെയും നമ്മുടെ മൈൻഡിൽ അത് കിടക്കും പേടിയുള്ളതാണെങ്കിൽ. അല്ലാതെ പെട്ടെന്ന് പേടിക്കാൻ ഇങ്ങനെ ഇപ്പൊ ടീച്ചർ പറഞ്ഞ എക്സാമ്പിൾ അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഓക്കെ. ചിലർക്ക് ഹൈറ്റ് പേടിയായിരിക്കും, ചിലർക്ക് വെള്ളം പേടിയായിരിക്കും, ചിലർക്ക് ചില ജീവികളെ പേടിയായിരിക്കും. ഇപ്പൊ കോക്രോച്ചിനെ പേടിയുള്ള ആൾക്കാരുണ്ടാവും, സ്പൈഡേഴ്സിനെ പേടിയുള്ള ആൾക്കാരുണ്ടാവും, സ്നേക്കിനെ പേടിയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിയേഴ്സ് ഉണ്ട് അല്ലെ? ഫോബിയാസ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആരാണ് എടുക്കുന്നത്? ഞാൻ എടുക്കാം ടീച്ചർ. ഓക്കെ, ആരതി. ആരതിക്ക് എന്തെങ്കിലും ഫിയർ ഉണ്ടോ? എനിക്ക് ഈ മരണ വീട്ടിലോട്ട് പോവാൻ ഭയങ്കര പേടിയാ. അത് കാണുന്നതോടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാ. ആങ്കർ. നമ്മുടെ കൂട്ടത്തിൽ ആരാത്ര ദേഷ്യക്കാരി? ഒട്ടേനും പിടിച്ചിനും ദേഷ്യം വരുന്ന ഒരാള് അങ്ങനെയുണ്ട്? അങ്ങനെ ഞാനും. ജെൻസിയ. ഓക്കെ, ഞാനും മിസ്. നിർമ്മിത. ഓക്കെ. അപ്പൊ ആങ്കർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ഇമോഷൻ ആണോ? നെഗറ്റീവ്. നെഗറ്റീവ് ആണ്. പക്ഷെ എനിക്ക് സംബന്ധിച്ച് ദേഷ്യമൊക്കെ വന്ന ഒരാളോട് എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാനത് പ്രകടിപ്പിക്കൂല. എനിക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഞാനത് പ്രകടിപ്പിക്കും, ഹൈഡ് ഒന്നും ചെയ്യില്ല. എനിക്ക് ഒരു പ്രശ്നമുണ്ട്, ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണലി അതെന്നെ അപ്സെറ്റ് ആയിരിക്കും. ഇപ്പൊ ഒരാളോട് ദേഷ്യം ഉണ്ടായിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് പെരുമാറാൻ എനിക്കറിയില്ല. ദേഷ്യം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഞാൻ പ്രതികരിക്കും. അതെന്റെ ഒരു പ്രശ്നം. നർമ്മിത ആങ്കർ എടുക്കോ? മിസ്. ഓക്കെ. എന്ത് ചെയ്യാനാ മിസ് ഇത്? ആങ്കർ എന്ന് പറയുന്നതിനെ കുറിച്ച് മോനെ കളക്ട് ചെയ്യാൻ പറ്റുന്നത്രയും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ഒരു സെമിനാർ പോലെ പ്രസന്റ് ചെയ്യണം. ഓക്കെ മിസ്സാ. ഓക്കെ, ഇനിയൊരു നെഗറ്റീവ് ഇമോഷൻ ആണ് സാഡ്നെസ്, വിഷമം അല്ലെ? നമ്മൾ വിഷമം വരുമ്പോ എന്ത് ചെയ്യും സാധാരണ? കരയും. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തില് ഒരു സർവേ കണ്ടക്ട് ചെയ്തപ്പോൾ കണ്ടത് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഹാർട്ട് അറ്റാക്ക് റേറ്റ് കൂടുതലും പുരുഷന്മാരിലാണ് അല്ലെ? അങ്ങനെ ഒരു സർവേയിൽ ഞാൻ വായിച്ചു. ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഈ പുരുഷന്മാരുടെ ഹാർട്ട് അറ്റാക്ക് റേറ്റ് കൂടുതലും? നിങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ പുരുഷന്മാർക്കല്ലേ ഹാർട്ട് അറ്റാക്ക് വരുന്നത്?
അവര് വിഷമം ഉള്ളി പിടിക്കും, കരയില്ല, കണ്ണുനീര് വരില്ല. അത് ആരെ ട്രെയിൻ ചെയ്യിക്കണെന്ന് അറിയാമോ കുട്ടികളെ? അവരെ കൃഷ്ണനെ ഒരു ആൺകുട്ടി ആവുമ്പോ മുതൽ ചെറിയൊരു ആൺകൊച്ചാണെങ്കിൽ മുതൽ നമ്മൾ പറയും, എടാ നീക്ക് അറിയാൻ പാടില്ല, നീ ആൺകുട്ടിയല്ലേ, എന്ത് ധൈര്യമായിട്ടിരിക്കും. അമ്മമാര് പറഞ്ഞു കൊടുക്കും അല്ലെ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ മക്കളോട്? അങ്ങനെ പറയരുത് കേട്ടോ. കാരണം അവർ ചെറുപ്പം മുതൽ അവരുടെ വിഷമവും സങ്കടവും ഒന്നും പുറത്ത് കാണിക്കാതെ ഉള്ളിൽ ഒതുക്കി 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 അവരൊരു ഇമോഷണലി അവർക്ക് ആ ഒരു വിഷമവും സങ്കടവും ഒക്കെ എങ്ങനെ അത് പ്രതികരിക്കുന്ന പോലും അറിയാത്തൊരു അവസ്ഥയിലേക്ക് അവർ പോകും. സോ എന്തുണ്ടെങ്കിലും വിഷമമായാലും സങ്കടമായാലും അത് അവരോട് പറയണം, പ്രകടിപ്പിക്കണം എന്ന് പറയണം. അപ്പൊ നമുക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ കരഞ്ഞോട്ടെ, അത് കുഴപ്പമില്ല, നോർമലാണ്, നമ്മളെല്ലാവരും ചെയ്യണല്ലേ. നമുക്ക് സങ്കടം വന്നൊന്ന് കരഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കൂളാവില്ലേ, ഒരു ആശ്വാസം കിട്ടാറില്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോ സങ്കടം വരുമ്പോ നമ്മൾ ആൺകുട്ടികളോട് പറയരുത് നീ കരയാൻ പാടില്ല കാരണം നീ ആൺകുട്ടിയാണ് എന്ന് പറയരുത് കേട്ടോ. കാരണം നമ്മൾ ഇവരിങ്ങനെ ചെറുപ്പം മുതലേ ഇങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് അവർ തിരിച്ചും ഒരു എന്താ പറയാ സങ്കടം ഒന്നും വന്ന് സങ്കടമോ ഒന്നും അവർ ഷെയർ ചെയ്യാണ്ട് അതിനുള്ളിൽ തന്നെ ഒതുക്കും. എത്ര വിഷമമുണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും മറ്റുള്ളവരെ അറിയിക്കാതെ അവരുള്ളിൽ ഒതുക്കി ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ അവർക്ക് അവരെ മെന്റലി ആൻഡ് ഫിസിക്കലി അത് അഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ സാഡ്നെസ് എന്ന് പറയുന്ന ഇമോഷൻ നമ്മൾ വിഷമം വന്നു കരയുക, അല്ലെങ്കിൽ നമുക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനോട് ആരെങ്കിലോടും വിളിച്ച് കാര്യം പറയാം, നമ്മൾ കൂളാകും അല്ലേ? അത്രേ ഉള്ളൂ. നമുക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? എനിക്ക് വിഷമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് നൈസ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചിട്ട്, എനിക്ക് ആകെ ഒരു ഫ്രണ്ടുള്ളൂ കേട്ടോ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ, ആ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് കാര്യം പറയും, ഇതൊരു പ്രശ്നമുണ്ട്. അപ്പൊ പറയും സെറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവൾക്ക് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അതേപോലെ സെയിം അവൾ എന്നെയായിരിക്കും വിളിക്കുന്നത്, എന്നെ വിളിച്ചിട്ട് കാര്യം പറയും. സോ നല്ലൊരു നമുക്ക് സങ്കടങ്ങൾ ഒരു പരിധി വരെയും നമുക്ക് ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ അത് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, സാഡ്നെസ് ആരെ എടുക്കുന്നത്? ഒരു നെഗറ്റീവ് ഇമോഷൻ ആണെങ്കിലും ആരെ എടുക്കുന്നത് സാഡ്നെസ്? അസോ ഓക്കെ, ഇനി നല്ലൊരു ഹാപ്പി പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ സന്തോഷം. നമ്മൾക്ക് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ ഭൂരിഭാഗം പേരും. എനിക്കും അതെ, ചെറിയ കാര്യങ്ങൾ മതി ഒരു ദിവസം ഫുൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട്. രാവിലെ ചിലപ്പോ ഒരു നല്ലൊരു പ്രയർ എഴുതി തുടങ്ങുമ്പോ അതൊരു ഹാപ്പിനെസ് ആണ്, ഒരു നല്ല പോസിറ്റീവ് ആയിട്ടൊരു ഫീൽ നമുക്ക് തോന്നും. അപ്പൊ ആരാ ഹാപ്പിനെസിനെ കുറിച്ച് എടുക്കുന്നത്? ആരില്ല. ടീച്ചർ ഞാൻ ഏറ്റെടുക്കുന്ന ടീച്ചർ നെക്സ്റ്റ് മൺഡേ ഞാൻ ക്ലാസ്സിലില്ല, കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്, അതാണ് ടീച്ചർ ഞാനൊന്നും ചെയ്യാത്തേ. കുഴപ്പമില്ല ആൻസി, സബിത എടുത്തോളൂ. ഓക്കെ മിസ്. അപ്പൊ അഫെക്ഷൻ ജിൻസി, ഹ്യൂമർ വിദ്യ, ഫിയർ ആരതി, ആങ്കർ നർമ്മിത, സാഡ്നെസ് അസു, ഹാപ്പിനെസ് സബിത. ക്ലിയർ അല്ല എല്ലാവർക്കും? ടോപ്പിക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ പ്രിപ്പയർഡ് ആയിട്ട് വരാം, പ്രസന്റ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾ പ്രസന്റ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോൾ ഓഫ് ഇമോഷൻസ് ആണ്. നമ്മള് കുട്ടികള് കുറച്ചും കൂടി സോഷ്യലബിൾ ആകുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ കുറച്ചും കൂടി സോഷ്യലബിൾ ആകുന്നത് ഈ ടൈമിലാണ്, സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴാണ് കുട്ടികൾ സോഷ്യലബിൾ ആകുന്നത്. ഹോമിലാണെങ്കിൽ അവര് പാരന്റ്സും കുട്ടികളും മാത്രമായിരിക്കും, അവർ തമ്മിലുള്ള കോണ്ടാക്ട് മാത്രമായിരിക്കും. സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ കുട്ടിയുടെ റിലേഷൻഷിപ്പുകൾ കൂടും. അവര് ഫെലോ പീപ്പിൾസ്, നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു, ടീച്ചേഴ്സ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു, പാരന്റ്സ്, സിബ്ലിങ്സ്, സ്കൂൾ ആൻഡ് ഹോം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് എൻവയോൺമെന്റ് അല്ലെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ് ആണ് സ്കൂളും ഹോമും.
സോ നല്ലൊരു ടീച്ചർ ഗുഡ് എപ്പോഴും നിങ്ങൾ ഓരോ ടീച്ചേഴ്സ് നല്ല ടീച്ചേഴ്സ് എപ്പോഴും നമ്മുടെ കുട്ടികളുടെ ഇമോഷൻസ് കുറച്ച് വാല്യൂ ചെയ്യണം. നമ്മൾ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, അവർക്ക് എന്ത് ഇമോഷൻസിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാനും അവരെ കൺസിഡർ ചെയ്യാനും നമ്മൾ ടൈം കൊടുക്കണം. കാരണം ചിലപ്പോൾ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടാവും, പെട്ടെന്ന് അവർ ദേഷ്യപ്പെടുന്നുണ്ടാവും. ചിലപ്പോ അതിന് പുറകിൽ മറ്റു കാരണങ്ങളുണ്ടാവും എന്തുകൊണ്ടാണ് കുട്ടി ദേഷ്യപ്പെടുന്നതെന്ന് നമ്മൾ നോക്കാതെ അവനെ വഴക്ക് പറയല്ല. അവൻ എന്തുകൊണ്ട് ആ ദേഷ്യം വരുന്നു അതിന്റെ കാരണം മനസ്സിലാക്കി അത് സോൾവ് ചെയ്ത് അവനെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യാണ് വേണ്ടത്. പിന്നെ നമ്മൾ ടീച്ചേഴ്സിന് ഒരു പ്രശ്നമുണ്ട്. ടീച്ചേഴ്സിന് നമുക്ക് ഇമോഷൻസ് വരും അല്ലെ, നമുക്ക് ഇമോഷൻസ് വരില്ല, ദേഷ്യം, സങ്കടം, വിഷമം ഒക്കെ ഉണ്ടാവും. സോ നമ്മൾ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ആ ക്ലാസ്സിന് പുറത്ത് നമ്മുടെ ഇമോഷൻസ് എല്ലാം വെച്ചിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കും. ചിലപ്പോൾ ടെൻഷൻ ആവാം, സങ്കടമാവാം, വിഷമാവാം. അത് നമ്മുടെ ക്ലാസ്സിനെ ഒരിക്കലും അഫക്ട് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു ദിവസമാണ് എനിക്ക് ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരുന്നതെങ്കിൽ മേ ബി അന്നത്തെ ക്ലാസ് ഞാൻ ആ ഒരു സങ്കടത്തെ ആലോചിച്ച് കളയല്ല വേണ്ടത്. ഞാൻ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ആ സങ്കടം പുറത്ത് വെച്ചിട്ട് ക്യാമറ ഓൺ ചെയ്യുന്ന ആ നിമിഷം മുതൽ എനിക്ക് ആ ഒരു സങ്കടത്തെ കുറിച്ച് ഒരു ചിന്തയും ഉണ്ടാവില്ല, ക്ലാസ്സിലേക്ക് തന്നെ പോകും. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ ഇമോഷൻസിനെ പോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഇമോഷൻസിനെയും നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. ഇപ്പൊ നമ്മുടെ കുട്ടി ഒരു തെറ്റ് പറ്റി, നമ്മളൊരു തെറ്റ് ചെയ്തു, മിസ്റ്റേക്ക് ചെയ്തു, ആ ഒരു ഹോൾ ക്ലാസ്സിൽ നമ്മൾ അവരെ വഴക്ക് പറയുന്നത് എത്രയോ നല്ലതായിരിക്കും. അവരെ മാത്രം മാറ്റി നിർത്തി അവരോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് നീ അത് ചെയ്തത്, എന്താണ് ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ പാരന്റ്സും ടീച്ചേഴ്സും മാത്രമല്ല കേട്ടോ, പാരന്റ്സും അറിയണം നമ്മുടെ കുട്ടികളിൽ എന്താണ്, എന്തെല്ലാം ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ ഹെൽത്തി ഗ്രോത്തിന് നമ്മുടെ കുട്ടികളുടെ ഇമോഷൻസിനെ കുറിച്ച് പാരന്റ്സ് അറിയണം. ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ് വരുന്നത്. അപ്പോ അവർക്ക് ഏതൊക്കെ സ്റ്റേജസിലാണ് എന്തെല്ലാം ടൈപ്സ് ഓഫ് ഇമോഷൻസ് ആണ് വരുന്നത് എന്ന് മനസ്സിലാക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും നമ്മൾ വേണം. ഇപ്പൊ ജസ്റ്റ് ഒരു ടീനേജേഴ്സിലേക്ക് കടക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കും. അപ്പൊ ആ കുട്ടിക്ക് എന്താ പറയാ, ഒരു ആൺകുട്ടിക്ക് ഇഷ്ടമായി. അപ്പൊ അവള് വന്നിട്ട് ആദ്യം പറയുന്നതാണ്, അവരുടെ അച്ഛനോട് അമ്മനോട് പറയും, എനിക്ക് എന്റെ കുട്ടീനെ ഇഷ്ടമായി എന്ന് പറയുമ്പോൾ തന്നെ അവളെ വഴക്ക് പറഞ്ഞ് ഒരുപാട് വഴക്ക് പറഞ്ഞ് അവളെ ഷൗട്ട് ചെയ്യാതെ എന്ത് പറയണം, ഇമോഷൻസ് ഇപ്പൊ ഹോർമോണിൽ വരുന്ന ചേഞ്ചസ് കാരണമാണ് നമുക്ക് ഈ തോന്നുന്ന ഇൻഫാക്ച്വേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് എല്ലാവർക്കും എല്ലാ ഏജിലും ഈ ഒരു ഏജിൽ വരുന്നതാണ്. സപ്പോസ് എനിക്ക് പാരന്റും അങ്ങനെ ഒരു ഇമോഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അത് എല്ലാവർക്കും വരുന്നതാണ്. അങ്ങനെ വന്നില്ലെങ്കിലേ പ്രശ്നമുള്ളൂ എന്നൊക്കെ പറയാം. അത് കുറച്ചു നാൾ കഴിയുമ്പോഴും അതേ ഒരു ഇമോഷൻ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ നീ പഠിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, ഈ ഒരു ടൈം എന്ന് പറയുന്നത് പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യാണ് വേണ്ടത്. അല്ലാതെ അവരെ നമ്മൾ എതിർക്കാൻ പാടില്ല. ടീനേജേഴ്സിലേക്കൊക്കെ കിടക്കുമ്പോൾ കുട്ടികൾക്ക് എന്താണ്, നമ്മൾ അവരെ എതിർക്കുന്നത് അവർക്ക് ഇഷ്ടമായിരിക്കില്ല, അവരോട് നോ പറയാൻ പാടില്ല. അപ്പൊ നമ്മൾ അവര് നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് എപ്പോഴും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് വേണം അവരോട് പെരുമാറാനായിട്ട്. ഓക്കെ, പിന്നെ ഒരു കുട്ടിയുടെ ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഹോമിലെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഓക്കെ, ഒരു കുട്ടീനെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടില് എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മൾ നല്ല രീതിയിൽ അവർക്ക് വേണ്ട ഗ്രോത്തിനും ഇമോഷണൽ ഡെവലപ്മെന്റിനും വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ഒരാൾ റീഡ് ചെയ്യോ? And the role of emotions. Emotion constantly become functional in the child's relation to his fellow pupils, teachers, parents, siblings, and in school and home situation. A good teacher should be conscious of his pupils' emotions as well as his own, so that a smooth learning situation can be sustained in the class. Parents should also be aware of this fact in order to boost healthy growth of their wards. On the
other hand, pupils have to be sustained to understand and develop their emotions to make them able to lead an adjusted life, to live smoothly with other pupils and other at home and outside. An individual basic requirements, desire and hopes, his values of life and his life condition all generate its emotions. Okay. അപ്പൊ ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരു കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടി മറ്റുള്ളവരായിട്ട് പെരുമാറുന്നതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. കുട്ടികൾ കോമൺലി ആരൊക്കെയായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്? അവരുടെ ഫ്രണ്ട്സ്, പ്യൂപ്പിൾസ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആണ്, സഹപാഠികള്, ടീച്ചേഴ്സ്, പാരന്റ്സ്, സിബ്ലിങ്സ്. ഇതെല്ലാം അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റിന് കാരണമാകുന്നുണ്ട്. ഒരു ഗുഡ് ടീച്ചർ ആയിരിക്കും. A good teacher should be conscious of his pupils' emotion as well as his own, so that the smooth learning situation can be sustained in class. അപ്പൊ നല്ലൊരു ടീച്ചർ ആണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഇമോഷൻസിനെ കുറിച്ച് നമുക്ക് കോൺഷ്യസ് ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ ഇമോഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ നല്ല കോൺഷ്യസ് ആയിരിക്കണം. നമുക്ക് ഈ ഒരു ഇമോഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം അങ്ങനെ നല്ല കോൺഷ്യസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് നമുക്കൊരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ലേണിംഗ് സിറ്റുവേഷൻ ക്ലാസ് റൂമിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Parents should also be aware of these facts in order to boost healthy growth of their words. പാരന്റ്സ് ഈ ഒരു ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് അവരെ കുട്ടികളുടെ ഹെൽത്തി ഗ്രോത്ത് help ചെയ്യാൻ പറ്റുള്ളൂ. On other hand, people have to be assessed to understand and develop their emotion to make them able to lead an adjustable life, to live smoothly with other pupils and others at home and outside. നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത്, നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റിയാൽ മാത്രമാണ് നമുക്കൊരു അഡ്ജസ്റ്റബിൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. അതേപോലെ നല്ല സ്മൂത്ത്ലി ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇമോഷൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് എങ്ങനെ ഒരു ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിള്, രണ്ട് കുട്ടികളെ എടുക്കുകയാണെങ്കിൽ ആ രണ്ട് കുട്ടികളും സെയിം ഇമോഷൻ ഹാൻഡിൽ ചെയ്യുന്നത് രണ്ട് രീതിയിലായിരിക്കും. നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വൽസും എന്തായാലും ഡിഫറെന്റ് ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് തോന്നുന്നു. ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് എത്തിയോ? അത് പഠിപ്പിച്ചോണ്ടിരിക്കുവോ മിസ്സേ? ഓക്കെ, അപ്പൊ എല്ലാ ഇൻഡിവിജ്വലും എന്തായാലും ഡിഫറെന്റ് അല്ലേ? അപ്പോ രണ്ട് കുട്ടികളെ സെയിം ഏജിലെ രണ്ട് കുട്ടികളെയും നമ്മള് സെയിം ഇമോഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അവർ രണ്ടുപേരും പ്രതികരിക്കുന്ന രീതി എന്തായാലും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഒരാദ്യത്തെ കുട്ടിക്ക് ഒരു വിഷമം, ഒരു സങ്കടമുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഈ സങ്കടം അവന് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് അവൻ ദേഷ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അത് പ്രകടിപ്പിക്കുന്നത്. ചില കുട്ടികളെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അത് ഒരുപാട് സങ്കടം ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? അത് ആങ്കർ എന്ന് പറയുന്ന ഒരു ഇമോഷനിലൂടെ ആയിരിക്കും അത് ആ ഒരു സങ്കടം പ്രകടിപ്പിക്കുന്നത്. മറ്റൊരു കുട്ടിയാണെങ്കിൽ വളരെ സൈലന്റ് ആയിട്ട് കാം ആയിട്ടായിരിക്കും ആ ഒരു ഇമോഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തരും അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനും ഹാൻഡിൽ ചെയ്യാനും പറ്റണം. ഇപ്പൊ അത്യാവശ്യം ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് വിചാരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ചാപ്റ്ററിൽ ഹൈ ഇന്റലിജൻസ് ഉള്ള കുട്ടികൾക്ക് അവർക്ക് നല്ല രീതിയിൽ അവരുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? കമ്പയർഡ് ടു ലോ ഇന്റലിജൻസ് ചിൽഡ്രൻ. ഓക്കെ, അപ്പൊ എങ്ങനെ ഒരു ഇമോഷൻ ഹാൻഡിൽ ചെയ്യണം, അത് അവരുടെ ലൈഫായിട്ട് എങ്ങനെ അഡ്ജസ്റ്റബിൾ ആക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് ആ കുട്ടികൾക്ക് നല്ല രീതിയിൽ അവരുടെ വീട്ടിലും പുറത്തും നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പറ്റും. An individual's basic requirements, deserves and hopes, his value of life and his life condition all generate his emotions. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ബേസിക് റിക്വയർമെന്റ്സ്, ആവശ്യങ്ങള്, ഡിസേർവ്സ്, ആഗ്രഹങ്ങള്, പ്രതീക്ഷകള്, ഒരു വ്യക്തി ആ ഒരു ലൈഫിന് കൊടുക്കുന്ന വാല്യൂ, ലൈഫ് ലിവിങ് കണ്ടീഷൻ,
ഇതെല്ലാം ആ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നോക്കാം. Children of different age group show the same emotions differently. നമ്മളിപ്പോ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായാലും സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായാലും ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത്. വിത്ത് അഡ്വാൻസിങ് ഏജ്, the acquisition of the verbal skill, many emotional reactions tend to hidden and become substitute expressions. For example, mannerism to irritate. Just ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോ നമ്മള് ഇമോഷൻസ് എന്താ പറയാ, നമ്മുടെ കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ച് അവരെന്താണ് വെർബൽ സ്കിൽസും കാര്യങ്ങളൊക്കെ അക്യൂർ ചെയ്യുന്നതിനനുസരിച്ച് അവർ ഇമോഷൻസ് ഹൈഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഹൈഡ് മീൻസ് ഹൈഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പൊ കുട്ടിക്ക് വളരെയധികം സങ്കടം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യത്തിന്റെ രൂപത്തിലായിരിക്കും പ്രകടിപ്പിക്കുന്നത്. ഭയങ്കരമായിട്ട് സങ്കടം വന്നു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ അത് ദേഷ്യത്തിന്റെ രൂപത്തിൽ അവനെ പ്രകടിപ്പിക്കും. ഓക്കെ, along with physical and mental development, a process of socialization happens. നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് സോഷ്യലൈസേഷൻ നടക്കുന്നത്. The positive influence of school situation such as game, lesson, teachers, personal impacts, relation of colleagues, constantly work on the child. Socializing is emotional expression. അപ്പോൾ നമ്മളൊരു സ്കൂൾ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ സ്കൂൾ സിറ്റുവേഷനിൽ നല്ല പോസിറ്റീവ്ലി ഒരു കുട്ടിയുടെ ഇമോഷനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഗെയിമുകള്, നമ്മൾ ടീമൊക്കെ ആയിട്ട് ഗെയിം കളിക്കുന്ന സമയം ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊരു ടീം സ്പിരിറ്റ് കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യും. പിന്നെ ലെസൺസ്, കുട്ടികൾക്ക് നല്ല ഇൻസ്പയർഡ് ആയിട്ടുള്ള ലെസൺസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികളായ ഇൻസ്പിറേഷൻ ഉണ്ടാകും. ടീച്ചേഴ്സ് പേഴ്സണൽ ഇമ്പാക്ട്സ്, ഒരു കുട്ടിയുടെ ലൈഫിൽ മാറ്റം വരുത്താനായിട്ട് ഒരു ടീച്ചറെ കൊണ്ട് പറ്റും എന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്നിങ്ങനെ ഒരു നല്ല രീതിയിൽ പോളിഷ് ചെയ്യാനായിട്ട് എന്റെ ടീച്ചേഴ്സ് നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്, എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ ഫോർമേഷനിലായാലും അതേപോലെ തന്നെ സ്റ്റഡീസിലായാലും എല്ലാത്തിലും അവർക്ക് നല്ലൊരു ഇമ്പാക്ട്സ് ഉണ്ട്. പിന്നെ നമ്മൾ കൊളീഗ്സിന്റെ അതേപോലെ തന്നെ കോൺസ്റ്റന്റ് നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ സോഷ്യലൈസേഷനും ഇമോഷണൽ ഡെവലപ്മെന്റും സംഭവിക്കുകയാണ്. Concealment of emotions in certain cases may prove more painful and harmful to the child. നമ്മളൊരു ഇമോഷൻ ഹൈഡ് ചെയ്യാണ്, കൺസീൽമെന്റ് ചെയ്യാണ്, നമ്മൾ മറച്ചു വെക്കുകയാണെങ്കിൽ അത് ആ കുട്ടീനെ പെയിൻഫുള്ളും ഹാർംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യും, ബാഡ്ലി അത് അഫക്ട് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെന്ന് വിചാരിക്കും, അപ്പൊ എനിക്കത് എന്നെ സംബന്ധിച്ചിട്ടാണ് പറയാം, എനിക്ക് അയാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ ദേഷ്യം പ്രകടിപ്പിക്കും. അല്ലാതെ ഞാൻ ഹൈഡ് ചെയ്യാതെ ഞാൻ അവിടെ നിന്നും മിണ്ടാതിരിക്കാം, ഇവർ പറയുന്നതിനോട് ഞാൻ പഴയ പോലെ തന്നെ ആകുമോ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആ വ്യക്തിയോട് ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം ഞാൻ ദേഷ്യമായിട്ട് തന്നെ പ്രകടിപ്പിക്കും. ഒരു പ്രശ്നമുണ്ട്, അത് ചിലപ്പോ എന്റെ ബാഡ് ആയിട്ടുള്ള ക്വാളിറ്റി ആവാം, അല്ലെങ്കിൽ ക്യാരക്ടർ ഇതാവാം. എനിക്ക് ഒരാളോട് പേഴ്സണലി ദേഷ്യം വന്നു, സിറ്റുവേഷൻ കാരണം എനിക്ക് പേഴ്സണലി ദേഷ്യം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇതൊന്നും വന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എനിക്ക് അയാളോട് ദേഷ്യം. A child when emotionally aroused add to his burden by trying to conceal it. അത് മറച്ചു വെക്കുമ്പോൾ, ആ ഒരു ഇമോഷൻ നമ്മൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് മറച്ചു വെക്കുമ്പോൾ നമുക്കത് കൺസീൽ ചെയ്യാൻ നമുക്ക് ഒരുപാട് എനർജിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അത് നമുക്കൊരു ബർഡനാണ്. His action may become crude and funny, inviting ridiculous from others. In extreme case, it may affect its health. അപ്പോൾ ഒരു ഇമോഷൻ നമ്മൾ മറച്ചു വെക്കുന്നത്, ഒരുപാട് നാളത്തേക്ക് നമ്മളൊരു ഇമോഷൻ ഹൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനെ വളരെയധികം അഫക്ട് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ആൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ വിഷമവും സങ്കടമൊക്കെ ഒരുപാട് നാള് അവരുടെ മനസ്സിൽ തന്നെ ഹൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക് റേറ്റും കാര്യങ്ങളൊക്കെ വളരെ കൂടുന്നത്. അപ്പോ നമ്മളെ ഇമോഷൻസ് എല്ലാം ഒരുപാട് നാളത്തേക്ക് ഹൈഡ് ചെയ്യല്ല വേണ്ടത്. നമുക്ക് എന്ത് ഇമോഷൻ വന്നോ അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. ഓക്കെ, നമ്മള് ഒന്നറിയാത്ത
കുട്ടികളോട് പ്രകടിപ്പിക്കരുത് കേട്ടോ. നമ്മള് ഇപ്പൊ നമുക്ക് വിഷമം വന്നു വിചാരിക്കില്ല, നമുക്ക് ദേഷ്യം വന്നിരിക്കണം വേറൊരാളോട്. അപ്പോ നമ്മുടെ മുമ്പിലുള്ള കുട്ടികളോട് നമ്മളത് പ്രകടിപ്പിക്കരുത്, ആ ഒരു വ്യക്തിയോട് തന്നെ പ്രകടിപ്പിക്കണം. ഓക്കെ, മനസ്സിലായോ? അല്ലെന്ന് വെച്ചാല് നമുക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ അതൊരു സങ്കടമാണ്. കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂളായി കഴിഞ്ഞാൽ നമുക്കത് മാറും. സന്തോഷമാണെങ്കിൽ അത് ചെറിയൊരു സന്തോഷമാണെങ്കിൽ പോലും നമ്മൾ നല്ല ഫുൾ ഹാപ്പിനെസ്സോ നമ്മൾ ഫുൾ ഫീലോട് കൂടെ അത് എൻജോയ് ചെയ്യണം. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കുക. റോൾ ഓഫ് ഇമോഷൻസ് ഒന്ന് വായിച്ചേ. ഓക്കെ, അപ്പൊ നമ്മള് റോൾ ഓഫ് ഇമോഷൻസിനെ കുറിച്ച് പറഞ്ഞല്ലേ. ഇനി നിങ്ങളുടെ സെമിനാർ ആണ് ശരിക്കും. ഈ ഒരു ടോപ്പിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെമിനാർ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ സെമിനാറിന്റെ ടോപ്പിക് തരാനായിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി, അതുകൊണ്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ജസ്റ്റ് ഞാൻ സമ്മർദ്ദം ചെയ്ത് പറയാം. നമുക്ക് ഇനി നോക്കാനുള്ളത് കുറച്ച് ഇമോഷൻസിനെ കുറിച്ചിട്ടാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇമോഷൻസ് എന്ന് പറയുന്നത് അഫെക്ഷൻ. വളരെ ഇഷ്ടമുള്ള ഇമോഷനാണ് വാത്സല്യം അല്ലെ. അത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഇമോഷനാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ്. പഴയ കോമഡി ഫിലിംസ് ഒക്കെ ഇപ്പോഴും കണ്ടാലും പൊട്ടിച്ചിരിച്ച് അത് ഭയങ്കര ഹാപ്പിനെസ്സോട് കൂടി ഭയങ്കര ശരിയായിരിക്കുള്ളൂ. പക്ഷെ പഴയ സിനിമകളുടെ ഇപ്പോഴത്തെ തമാശകളൊന്നും എനിക്ക് അത്ര കണ്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ന്യൂജൻ തമാശകളൊന്നും ഡൈജസ്റ്റ് ആവാത്തവർക്കുള്ള പ്രശ്നം തോന്നുന്നു. എനിക്ക് ഇഷ്ടമുള്ള ഫിലിംസ് എന്ന് പറയുന്നത് പഴയ കോമഡി ഫിലിംസില് പൊന്മുട്ടിടുന്ന താറാവ്, അതിലെ ചെറിയ ചെറിയ കോമഡീസ് ആണെങ്കിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ഹാപ്പിനെസ് ആയിരിക്കും ഒരു ഫിലിം കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുക. പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ് കിട്ടും, ഫ്രഷ് ഫീലിംഗ് തോന്നും. നമുക്ക് കിട്ടുന്ന മനോഹരമായിട്ടുള്ള എന്താ പറയാ സിറ്റുവേഷൻസ് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. സങ്കടം വരുമ്പോൾ അത് വിഷമിക്കാം, അല്ലാതെ ഫുൾ ടൈമും ആ ഒരു സങ്കടത്തിൽ ചിന്തിച്ചിരിക്കാതെ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ്, നല്ല ഹാപ്പി മൊമെന്റ്സും കാര്യങ്ങളും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. ചെറിയ സന്തോഷങ്ങളിൽ ഒരുപാട് സന്തോഷിക്കാം. പിന്നെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലൊരു പോസിറ്റീവുള്ള ഫീലിംഗ് ആയിരിക്കും. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തീരും ഇല്ലേ. നമ്മൾ എന്തെങ്കിലും വർക്കൊക്കെ തരുന്ന സമയത്ത് അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടൈം പോകുന്നതേ അറിയില്ല, പെട്ടെന്ന് തീരും. പക്ഷെ
പക്ഷെ നമ്മളത് കഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ ടൈം പോവുകയില്ല. അത് നമ്മൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ 100% അതിലേക്ക് ഡെഡിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഹാപ്പിനെസ് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇമോഷൻസും കാര്യങ്ങളും നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ട് തന്നെ. അപ്പോ നമുക്ക് അഫെക്ഷൻ, സാഡ്നെസ്, ഹാപ്പിനെസ്, ഹ്യൂമർ, ഫിയർ, ആങ്കർ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ടെസ്റ്റ് ആണ് നോക്കേണ്ട. ടെസ്റ്റിലത്തെ റീഡ് ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്താണോ ഒരു ടോപ്പിക് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ തന്നപ്പോൾ തോന്നിയത്, ആ ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് സെർച്ച് ഒക്കെ ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വരാം. ടെസ്റ്റ് നോക്കണ്ട കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോ ജസ്റ്റ് ഒരു ആങ്കർ എന്ന് പറയുമ്പോൾ ഇമോഷനാണ് മനസ്സിലേക്ക് വന്നപ്പോൾ തോന്നുന്ന ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ എഴുതാം. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ സൈൻ ഔട്ട് ആരാ പറയുന്നേ? Thank you, ma'am, for your dedication, patience to teach us new concepts every day and make us familiar with new terms. Thank you so much, ma'am. Thank you all. Thank you, ma'am.